നമസ്കാരം. ഇന്ന് നമ്മൾ ഈസ്, ആർ, ആം, വാസ്, വെയർ എന്നീ 5 വാക്കുകളുടെ വിവിധ ഉപയോഗ രീതികളെപ്പറ്റിയാണ് പഠിക്കുന്നത്. ആ ഉപയോഗ രീതികൾ സെൻറ്റൻസുകളിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നും നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നു. അങ്ങനെ ഈ 5 വാക്കുകൾ കൊണ്ട് ഒത്തിരി സെൻറ്റൻസുകൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ആദ്യം നോക്കാം. ഈസ്, ആർ, ആം എന്ന 3 വാക്കുകൾ എടുത്താണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇത് 3 വാക്കുകൾക്കും ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് അർത്ഥം. ഇത് വർത്തമാനകാല രൂപത്തിൽ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിന് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഈസ്, ആർ, ആം. ഇതിന് ഓരോന്നിനും, ഈസിനും ആറിനും ആമിനും ഒക്കെ 4 ഉപയോഗ രീതികളുണ്ട്. അതാണ് 1, 2, 3, 4 എന്ന് തിരിച്ച് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആകുന്നു, ആണോ, അല്ല, അല്ലേ എന്നിങ്ങനെ 4 രീതിയിൽ ഈ ഓരോ വാക്കുകളും നമുക്ക് വാചകങ്ങളിൽ ഉപയോഗിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, അവൻ ഒരു ഡോക്ടർ ആകുന്നു. അതിൽ ആകുന്നു. അവനൊരു ഡോക്ടർ ആണോ? അത് രണ്ടാമത്തെ രീതി, ആണോ. അവനൊരു ഡോക്ടർ അല്ല. അത് മൂന്നാമത്തെ രീതി, അല്ല. അടുത്ത നാലാമത്തതിൽ അവനൊരു ഡോക്ടർ അല്ലേ. അങ്ങനെ ആകുന്നു, ആണോ, അല്ല, അല്ലേ, ഇങ്ങനെ 4 രീതിയിൽ ഇതിലെ ഓരോ വാക്കും, ഈസും ആറും ആമും വാസും വെയറും ഓരോന്നിനും ഇങ്ങനെ 4 ഉപയോഗ രീതികളുണ്ട്. ഇത് ഉപയോഗിച്ച് വാചകങ്ങൾ ഒത്തിരി നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഒരു സെൻറ്റൻസ് ഇവിടെ ഹി ഈസ് എന്ന് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ്, ഉദാഹരണം ഹി ഈസ് എ ഡോക്ടർ എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അയാൾ, മൂന്നർത്ഥം ഹീക്കുണ്ട്. അയാൾ ഒരു ഡോക്ടർ ആകുന്നു. ഒരു ഡോക്ടർ ആണോ എന്ന് പറയുവാൻ ഹി ഈസിലെ ഈസ് എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുക, പിന്നീട് വാചകത്തിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. അപ്പോൾ ഈസ് ഹി എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ ആണോ. ഇനി മൂന്നാമത് പറയുന്നു ഹി ഈസ് നോട്ട് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ അല്ല. അപ്പോൾ ഇവിടെ ഡോക്ടർ അല്ല എന്ന് പറയുവാൻ ഇതിലെ ആദ്യ രൂപമായ ഹി ഈസിന് ശേഷം നോട്ട് ചേർത്ത് ബാക്കി വായിച്ചാൽ മതി. ഹി ഈസ് നോട്ട് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ അല്ല. ഇനി ഈസ് നോട്ടിനെ ചുരുക്കി നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ ഈസിൻ്റെ ആക്കാൻ പറ്റും. ഈസിൻ്റെ അർത്ഥവും ഈസ് നോട്ടും ഒന്ന് തന്നെയാണ്, അല്ല എന്നർത്ഥം. അപ്പോൾ അത് ചുരുക്കി എഴുതുന്നത് എന്തിനെന്ന് വെച്ചാൽ, അത് നാലാമത്തെ രൂപത്തിൽ ചുരുക്കെഴുത്ത് രൂപം ഉപയോഗിച്ച് വേണം ചോദ്യം ചോദിക്കുവാൻ, നെഗറ്റീവ് ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഈസ് ഹി എ ഡോക്ടർ, അയാൾ ഒരു ഡോക്ടർ അല്ലേ. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഒന്നാമത്തത് ആകുന്നു, രണ്ടാമത്തത് ആണോ, മൂന്നാമത്തത് അല്ല, നാലാമത്തത് അല്ലേ. ഈ ശൈലി ആദ്യം മനസ്സിലാക്കുക. അടുത്ത രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ. യു ആർ എ ഡോക്ടർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടർ ആകുന്നു എന്നർത്ഥം വരും. യു ആർ, നിങ്ങളാകുന്നു. അതിനെ ചോദ്യമാക്കുവാൻ ആർ യു, നിങ്ങളാണോ. നിങ്ങളല്ല എന്ന് പറയണമെങ്കിൽ യു ആർ കഴിഞ്ഞ് നോട്ട് ചേർക്കണം. യു ആർ നോട്ട്, ചുരുക്കി യു ആറിൻ്റ്. അടുത്ത് നിങ്ങളൊരു ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആറിൻ്റെ അടുത്ത് അടുത്ത വാചകത്തിൻ്റെ ആദ്യം ചേർത്തിട്ട് യു കഴിഞ്ഞ് എ ഡോക്ടർ, ആറിൻ്റ് യു എ ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടർ അല്ലേ. അതുപോലെ അയാം, ഞാനാകുന്നു. ചോദ്യമാക്കുവാൻ ആം എടുത്ത് ആദ്യം ഇട്ട് ആം ഐ, ഞാനാണോ. ഞാനല്ല എന്ന് പറയാൻ ഐ ആം കഴിഞ്ഞ് നോട്ട് ചേർക്കണം. ഐ ആം നോട്ട്, ഞാനല്ല. ഐ ആം നോട്ടിനെ ആം നോട്ടിനെ ചുരുക്കി ആമിൻ്റ് എന്നാക്കാം. ഐ ആമിൻ്റ്, ഞാനല്ല. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇവിടെ ആമിൻ്റെ എടുത്ത് അടുത്ത രൂപത്തിലെടുത്ത് ആമിൻ്റ് ഐ എന്ന് ചോദിക്കൂല. ഐയുടെ കൂടെ നെഗറ്റീവ് രൂപത്തിലുള്ള സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ആമിൻ്റ് ഉപയോഗിക്കുവാൻ ഇംഗ്ലീഷിൽ അനുവദിക്കുന്നില്ല. അതിന് പകരം ആറിൻ്റ് ഐ എന്ന് വേണം ചേർക്കുവാൻ. അപ്പോൾ ആറിൻ്റ് ഐ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അടുത്ത് ഈസ്, ആർ, ആം എന്നതിൻ്റെ കഴിഞ്ഞകാല രൂപമാണ് വാസ്, വെയർ. ആയിരുന്നു എന്നാണ് ഇവയുടെ അർത്ഥം. അപ്പോൾ വാസും വെയറും ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നോക്കാം. വാസിന് ആകുന്നു എന്നർത്ഥമല്ല, ആകുന്നു എന്നതിൻ്റെ പാസ്റ്റ് രൂപം ആയിരുന്നു. അപ്പോൾ അടുത്ത രൂപം ആയിരുന്നോ, അതിൻ്റെ അടുത്ത രൂപം ആയിരുന്നില്ല,
അതിൻ്റെയും അടുത്ത രൂപം ആയിരുന്നില്ലേ. ആയിരുന്നു, ആയിരുന്നോ, ആയിരുന്നില്ല, ആയിരുന്നില്ലേ, ഇങ്ങനെ രൂപമാറ്റം വരും. ആകുന്നു, ആണോ, അല്ല, അല്ലേ എന്നത് ആകുന്നു, ആയിരുന്നു എന്നാവും. ആണോ എന്നത് ആയിരുന്നോ എന്നാവും. അല്ല എന്നത് ആയിരുന്നില്ല എന്നാവും. അല്ലേ എന്നത് ആയിരുന്നില്ലേ എന്നർത്ഥം മാറും. അപ്പോൾ ഹി വാസ് ചേർത്ത് ഹിയുടെ കൂടെ വാസ് ചേർക്കുമ്പോൾ ഹി വാസ് അവൻ ആയിരുന്നു. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ചു ഹി ഈസ് അവൻ ആകുന്നു. ഇവിടെ ഹി വാസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഡോക്ടർ ആയിരുന്നു. ചോദ്യമാക്കുവാൻ എളുപ്പം തന്നെ, നേരത്തെ പറഞ്ഞ അതേ രീതി തന്നെ. വാസ് എടുത്ത് ആദ്യം ഇട്ടു. വാസ് ഹി എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആയിരുന്നു. അടുത്ത് ഹി വാസിൻ്റ് എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആയിരുന്നില്ല. ഹി വാസ് കഴിഞ്ഞ് നോട്ട് ചേർത്താൽ മതി. ഹി വാസ് നോട്ട് എ ഡോക്ടർ. ചുരുക്കി ഹി വാസിൻ്റെ എ ഡോക്ടർ. ആ വാസിൻ്റെ അടുത്ത് ആദ്യം ഇട്ട് അവസാനം ഹി ചേർത്ത് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. വാസിൻ്റെ ഹി, അവൻ ആയിരുന്നില്ലേ. വാസിൻ്റെ ഹി എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആയിരുന്നില്ലേ. അടുത്ത് നോക്കൂ, they were, അവർ ആയിരുന്നു. ഇവിടെ വാസിന് പകരം അതിൻ്റെ പ്ലൂറൽ ഫോമായ വെയർ ആയിരുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. അവർ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുവാൻ വെയർ ദൈ, അവർ ആയിരുന്നു. വെയർ എടുത്ത് ആദ്യം ഇട്ടു, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി അവർ ആയിരുന്നില്ല എന്ന് പറയുവാൻ ദൈ വെയർ കഴിഞ്ഞ് നോട്ട് ചേർക്കുക. ദൈ വെയർ നോട്ട്. ചുരുക്കി ദൈ വെയർ ഇൻറ്റ്. അടുത്തതിൽ അത് ചോദ്യ രൂപമാക്കുവാൻ വെയറിൻ്റെ ആദ്യം ചേർത്തിട്ട് ദൈ അവസാനം. വെയറിൻ്റെ ദൈ, അവർ ആയിരുന്നില്ലേ. അപ്പോൾ ദൈ വെയർ, അവർ ആയിരുന്നു. വെയർ ദൈ, അവർ ആയിരുന്നോ. ദൈ വെയറിൻ്റെ, അവർ ആയിരുന്നില്ല. വെയറിൻ്റെ ദൈ, അവർ ആയിരുന്നില്ലേ. അപ്പം ഈ ശൈലി നിങ്ങൾ ഹൃദിസ്ഥമാക്കണം. പ്രസൻറ്റ് ടെൻസിൽ ആകുന്നു, ആണോ, അല്ല, അല്ലേ. പാസ്റ്റ് ടെൻസിൽ ആയിരുന്നു, ആയിരുന്നോ, ആയിരുന്നില്ല, ആയിരുന്നില്ലേ. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഈസ്, ആർ, ആം ഉപയോഗിച്ചിട്ടാണ് ഈ 4 ശൈലിയിൽ സെൻറ്റൻസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം ഈസ് ഉപയോഗിക്കുന്നു. ഈസ് ഉപയോഗിച്ചിട്ട് ഹി ഈസ് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ ആകുന്നു. ഇവിടെ വാചകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഞാൻ തന്നിട്ടില്ല. ആ ശൈലിക്ക് പ്രാധാന്യം കൊടുത്ത് ആകുന്നു, ആണോ, അല്ല, അല്ലേ എന്ന ആ ശൈലിക്കാണ് പ്രാധാന്യം കൊടുത്ത് എഴുതിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ സെൻറ്റൻസുകൾ എളുപ്പം കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഹി ഈസ് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ ആകുന്നു. ഈസ് ഹി എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ ആണോ. ഹി ഈസ് നോട്ട് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ അല്ല. ഈസിൻ്റെ ഹി എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ അല്ലേ. ഇങ്ങനെ ഓരോ വാചകത്തിലും ഈസിൻ്റെയും അതുപോലെ ഈസ് നോട്ടിൻ്റെയും സ്ഥാനം എങ്ങനെ മാറുമ്പോൾ അർത്ഥം മാറുന്നുവെന്ന് നിങ്ങൾ നോക്കി പഠിക്കണം. ഇത് ഞാൻ തൊട്ട് മുമ്പ് ഇതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ആറിൻ്റെ അർത്ഥം ആകുന്നു എന്ന് തന്നെയാണ്. ഇവിടെ യു ആർ എ ടീച്ചർ, നിങ്ങൾ ഒരു അധ്യാപകനാകുന്നു. ആർ യു എ ടീച്ചർ, നിങ്ങളൊരു അധ്യാപകൻ ആണോ. യു ആർ നോട്ട് എ ടീച്ചർ, നിങ്ങളൊരു അധ്യാപകൻ അല്ല. ആർൻ്റ് യു എ ടീച്ചർ, നിങ്ങളൊരു അധ്യാപകൻ അല്ലേ. അടുത്ത ആം ആണ്. അതിനും അർത്ഥം ആകുന്നു എന്നാണ്. അത് സാധാരണ ഇംഗ്ലീഷിൽ ഞാൻ എന്ന അർത്ഥം വരുന്ന ഐയുടെ കൂടെ മാത്രമേ ആം ഉപയോഗിക്കുകയുള്ളൂ. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. ആം ഐ എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണോ. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി അല്ല. ആറിൻ്റെ ഐ എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി അല്ലേ. ഇവിടെ ആറിൻ്റെ ഐ എ സ്റ്റുഡൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐയുടെ കൂടെ ആറിൻ്റെ ചേർത്തിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തൊട്ട് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഈസ്, ആർ, ആം ഇതിൽ മൂന്നിൻ്റെയും കഴിഞ്ഞ കാല രൂപം പാസ്റ്റ് ടെൻസാണ് ആയിരുന്നു എന്നത്. ഈസ്, ആർ, ആമിൻ്റെ അർത്ഥം ആകുന്നു എന്നായിരുന്നു. ഇതിൻ്റെ അർത്ഥം ആയിരുന്നു. നമ്മൾ ഈ പറയുന്ന സമയത്തിന് മുമ്പോ അതിനും വളരെ മുമ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് കഴിഞ്ഞ കാലം, പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവിടെ വാസും വെയറും. ഇത് വാസ് ഏകവചനം സിംഗുലറാണ്, വെയർ ബഹുവചനം അഥവാ പ്ലൂറലുമാണ്.
അർത്ഥം സെയിം തന്നെയാണ്. അപ്പോൾ വാസ് ചേർത്ത് 4 രൂപം കൂടെ ആദ്യം തയ്യാറാക്കിയിരിക്കുന്നു. ഷീ വാസ് എ നേഴ്സ്, അവൾ ഒരു നേഴ്സ് ആയിരുന്നു. ആയിരുന്നു ആ ശൈലിക്ക് പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിക്കുക. വാസ് ഷീ എ നേഴ്സ്, അവളൊരു നേഴ്സ് ആയിരുന്നോ? ഷീ വാസ് നോട്ട് എ നേഴ്സ്, അവളൊരു നേഴ്സ് ആയിരുന്നില്ല. അടുത്ത വാസ് നോട്ട് ചുരുക്കി വാസിൻ്റെ ആക്കി അടുത്ത ചോദ്യം ഉണ്ടാക്കുന്നു. വാസന്റ് ഷീ എ നേഴ്സ്, അവളൊരു നേഴ്സ് ആയിരുന്നില്ലേ? അപ്പോൾ ശൈലി ആയിരുന്നു, ആയിരുന്നോ, ആയിരുന്നില്ല, ആയിരുന്നില്ലേ. അടുത്തത് വെയർ, ആയിരുന്നു എന്ന അർത്ഥമുള്ള വെയർ ഉപയോഗിച്ച് ഇതേപോലെ 4 രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അജി ആൻഡ് സജി വെയർ ഫ്രണ്ട്സ്, അജിയും സജിയും സുഹൃത്തുക്കളായിരുന്നു. ആയിരുന്നു. അടുത്ത സുഹൃത്തുക്കളായിരുന്നോ? വെയർ അജി ആൻഡ് സജി ഫ്രണ്ട്സ്, അജിയും സജിയും സുഹൃത്തുക്കൾ ആയിരുന്നോ? അടുത്ത് അജി ആൻഡ് സജി വെയർ നോട്ട് ഫ്രണ്ട്സ്, അജിയും സജിയും കൂട്ടുകാർ ആയിരുന്നില്ല. അടുത്തതോ അജിയും സജിയും കൂട്ടുകാർ ആയിരുന്നില്ലേ എന്ന് വേണം ചോദിക്കേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ സെൻറ്റൻസിലെ വെയർ നോട്ട് ചുരുക്കി വെയറിൻ്റെ ആക്കി നാലാമത്തെ സെൻറ്റൻസിൻ്റെ ആദ്യം ചേർത്താൽ അത് ഒരു നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് അഥവാ ചോദ്യവാചകമായിട്ട് മാറും. വെയറിൻ്റെ അജി ആൻഡ് സജി ഫ്രണ്ട്സ്, അജിയും സജിയും കൂട്ടുകാർ ആയിരുന്നില്ലേ? അപ്പോൾ ഇവിടെ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്ന രീതി പ്രത്യേകം ശ്രദ്ധിക്കുക. വാസ് അല്ലെങ്കിൽ വെയർ ഈ 4 ശൈലിയിൽ ഓരോ സെൻറ്റൻസിലും എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. ആയിരുന്നു എന്നത് സാധാരണ സെൻറ്റൻസിൽ ഷീ വാസ് എ നേഴ്സ്, അതിനെ ചോദ്യമാക്കുവാൻ വാസ് എടുത്ത് ആദ്യം ഇട്ടിട്ട് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. മൂന്നാമത്തെ രൂപം ഷീ വാസ് നോട്ട് എ നേഴ്സ്, അവളൊരു നേഴ്സ് ആയിരുന്നില്ല എന്ന് പറയണമെങ്കിൽ അതിലെ ആദ്യ സെൻറ്റൻസായ ഷീ വാസ് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്ത് ബാക്കി എഴുതിയാൽ മതി. അപ്പോൾ എങ്കിൽ മൂന്നാമത്തെ രൂപം കിട്ടും. ഷീ വാസ് നോട്ട് എ നേഴ്സ്, അവളൊരു നേഴ്സ് ആയിരുന്നില്ല. ഇത് മൂന്നാമത്തെ രൂപത്തിലെ വാസ് നോട്ട് ചുരുക്കി വാസിൻ്റെ ആക്കി നാലാമത്തെ രൂപത്തിൽ ആദ്യം ചേർത്താൽ അതൊരു നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതുവാൻ സാധിക്കും. ഇത്രയും ആണ് നമുക്ക് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുവാനുള്ളത്. അപ്പം ആയിരുന്നു, ആയിരുന്നോ, ആയിരുന്നില്ല, ആയിരുന്നില്ലേ, ഈ ശൈലി ഹൃദിസ്ഥമാക്കണം. അപ്പോൾ നമ്മൾ ഈ പഠിച്ച പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഉള്ള 4 വീതം രൂപങ്ങൾ നിങ്ങൾ പഠിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഞാൻ 5 സെൻറ്റൻസുകൾ ഹോംവർക്കായിട്ട് എക്സർസൈസായിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങളത് ഉപയോഗിച്ച് ഈ 5 സെൻറ്റൻസുകളും ഓരോ സെൻറ്റൻസിനെയും 4 രൂപം 4 ശൈലിയിലോട്ട് മാറ്റി എഴുതണം. ഇത് ആദ്യ സെൻറ്റൻസ് ദേ വെയർ മൈ ഫ്രണ്ട്സ്, അവർ എൻ്റെ കൂട്ടുകാരായിരുന്നു. ദേ വെയർ മൈ ഫ്രണ്ട്സ്, അവർ എൻ്റെ കൂട്ടുകാർ ആയിരുന്നു. സെക്കൻഡ് സെൻറ്റൻസ് യു ആർ എ ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടർ ആകുന്നു. മൂന്നാമത്തെ സെൻറ്റൻസ് ഹി ഈസ് മൈ ബ്രദർ, അവൻ എൻ്റെ സഹോദരൻ ആകുന്നു. ഫോർത്ത് സെൻറ്റൻസ് ഇറ്റ് വാസ് എ സണ്ണി ഡേ, അതൊരു നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അഞ്ചാമത്തെ സെൻറ്റൻസ് വി വെയർ വാക്കിംഗ്, ഞങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ ഈ 5 സെൻറ്റൻസും ഓരോ സെൻറ്റൻസും 4 നമ്മൾ നേരത്തെ പഠിച്ച 4 രൂപം. പ്രസൻറ്റ് ടെൻസ് ഇതിലുണ്ട്, പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസും ഉണ്ട്. പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളെ പ്രസൻറ്റ് ടെൻസിലുള്ള ഈ സാറാം ഉപയോഗിച്ച് ആ ശൈലിയിൽ ഏത് നമ്മൾ പഠിച്ചുവോ, ആകുന്നു, ആണോ, അല്ല, അല്ലേ എന്നുള്ള രീതിയിലും, പാസ്റ്റ് ടെൻസിലുള്ളത് ആയിരുന്നു, ആയിരുന്നോ, ആയിരുന്നില്ല, ആയിരുന്നില്ലേ എന്ന രീതിയിലും മാറ്റി എഴുതണം. നിങ്ങൾക്ക് മാറ്റി എഴുതുമ്പോൾ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അത് സഹായിക്കാം. ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.